മോളെ എപ്പോഴാ തിരിച്ചെത്തുക? രാത്രി അധികം കറങ്ങി കിടക്കണ്ട. അവന് സ്വന്തം കാര്യം പോലും നോക്കാൻ അറിയില്ല. മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലോ അല്ലേ? ചാച്ചമ്മയ്ക്കെന്നെ കുറ്റം പറയണ്ട, ഫോൺ കയ്യിലുണ്ട്. ബൈ ബൈ. ഒരു രാഷ്ട്രീയക്കാരൻ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത ആള് പോയി. ഇഞ്ചക്ഷൻ? അയ്യോ, അത് ഇഞ്ചക്ഷൻ കുഴപ്പമില്ല. കാഷ്വാലിറ്റിയിൽ ഇങ്ങനെയൊക്കെയാ. ചില രോഗികളുടെ ബന്ധുക്കൾക്ക് ഡോക്ടർ തല്ലിയൊരു സമാധാനമാവും. ഇത് അണികളാണെന്ന് മാത്രം. ഡോക്ടർ ആവെന്ന് പറഞ്ഞാ റിസ്ക് ആണല്ലേ? എന്തായാലും അടിച്ചാളെ തിരിച്ചടിക്കായിരുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ ഒരു കാരണത്തെ അടി കിട്ടിയാൽ മറു കാരണം കാണിക്കണം എന്നല്ല വേദോപദേശം പഠിച്ചിട്ടുള്ളത്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നും വേദോപദേശത്തിൽ പറഞ്ഞിട്ടില്ലേ? ജീസസ് വരെ ചൂടിലെടുത്തിട്ടില്ലേ? ആഹാ, നീ ഉള്ളാലോ. നീ ഇനി അടി മേടിപ്പിക്കും. എന്നാലും അടി വാങ്ങിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന മോശം. അവരൊക്കെ പോയി. നന്നായി. എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഡോക്ടർ വന്നില്ലേ ഉള്ളൂ, പഠിച്ചോളും. ലേഡി ആയതുകൊണ്ടൊരു തൊടാതെ വിട്ടത്, അല്ലെങ്കിൽ അടി ഉറപ്പാ. എന്നെ തൊട്ട ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നമുക്കും ഇല്ലേ സംഘടനയൊക്കെ? നമ്മൾ എങ്ങനെയൊക്കെ ചികിത്സിച്ചാലും 10% ആൾക്കാരെ കർത്താവ് കൊണ്ടുപോകും. അതിൽ 3% ആൾക്കാരുടെ ബന്ധുക്കൾ ഡോക്ടർ തല്ലിയിട്ട് ഹോസ്പിറ്റലിൽ വിടും. മൈക്കിൾ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഡോക്ടർ ഒന്നും മിണ്ടായിരുന്നു. ആ ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ തന്നെ ഇഷ്ടമാണെന്നോ, ഐ ലവ് യുന്നോ, ഞാൻ സുന്ദരനാണെന്നോ ഡെയിലി പ്രപ്പോസ് ചെയ്തോ? വെൽ, പ്രപ്പോസൽ ഒരു 3-4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ നടക്കുന്നല്ലേ കുട്ടി? സ്വപ്നത്തിലായിരിക്കും. എന്തായാലും എനിക്കിഷ്ടായി. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ നീ ഞാൻ കെട്ടിക്കോ കേട്ടാ. വലിയൊരു ഇഷ്ടം. അതാണ് അന്ന, എന്റെ സ്വപ്നവും പ്രതീക്ഷയും എന്റെ ലൈഫും. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. മൈക്കിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ കുറിച്ച് നീ എന്തൊക്കെ മനസ്സിലാക്കാനിരിക്കണം? എനിക്കിഷ്ടായില്ല. ജസ്റ്റ് അസൂയ. നിങ്ങളുടെ മാരേജിന് കണ്ടിരുന്നു. ഹായ് ഹായ്, ഒരു മിനിറ്റ് കാര്യമാണ്. ഹേയ് ഹായ്. ഇത് അറിയാം, ജെന്നിഫർ. Thank you. Will you marry me? Anna, will you marry me? എന്താ മൈക്കിൾ ഇങ്ങനെ നല്ലൊരു ദിവസം നശിപ്പിക്കാനായിട്ട്? നീ എന്തീ പറയണ? യു നോ വാട്ട്, ഞാനും വർഗീസും ഒരു വർഷമായിട്ട് റിലേഷനിലാണ്. വർഗീസ? യെസ്. അപ്പൊ നമ്മള് തമ്മിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്ത? മൈക്കിൾ എന്നെക്കാളും നല്ലൊരു പെണ്ണെ കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. അത് പിന്നെ തുടച്ച പോകുന്നേ. തേച്ച്
വർഗീസോ? ഇനി അജു വർഗീസ് എങ്ങനെയാണോ? ആരാ നമ്മൾ വിചാരം? കഷ്ടകാലത്തിന് ആ സമയത്ത് കൊണ്ട് മോതിരം കൊടുക്കുന്നുണ്ട്. എൻ്റെ കാശും പോയില്ല ദൈവമേ. അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ നോക്കിയതാ. സങ്കടമുണ്ടോ? സങ്കടം? നല്ലതാ, കുറെ കഴിയുമ്പം മാറിക്കോളും. അവളെന്നോട് പെണ്ണുങ്ങളെ പറ്റിക്കാന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം സെൻസ് എങ്കിലും വേണം. നോക്കിക്കോ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. അടിയിൽ പ്രപ്പോസ് ചെയ്യാനുള്ള 3-4 എണ്ണല്ലേ, അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. ദേ കുറച്ച് കൂടണ്ടട്ടാ. നമുക്ക് വീട്ടിൽ പോവാം. ഞാനില്ല. ചാച്ചനുള്ളതുകൊണ്ടാണോ? ഞാനൊന്നുമില്ല. നമ്മുടെ പപ്പ എന്നെ എടുത്തിട്ടുണ്ടോ? നിന്നെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു പപ്പയുടെ മെയിൻ പണി. പപ്പ പോയ പിന്നെ ആരുമില്ല എന്നൊരു തോന്നലാണ്. ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനും മമ്മിയൊക്കെ. പപ്പ എങ്ങനെ മരിച്ചു? പപ്പ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? വേണോ? പോട്ടെ പോട്ടെ. പതുക്കെ പതുക്കെ. അല്ല ലെഫ്റ്റ് ലെഫ്റ്റ്. പയ്യെ മതി. നേരെ. ഇച്ചായന്റെ തെറ്റ. എന്തിനാ ഇങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്തത്? മൈക്ക് അത് ചെയ്യരുതായിരുന്നു. അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ ഒപ്പം എൻ്റെ ഇച്ചായനുണ്ടായിരുന്നേന്. സ്വന്തം പപ്പയുടെ മരിപ്പിനാണല്ലോ അവൻ കാരണമായത്.